അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹവും ഇഷ്ടമൊക്കെയുണ്ട്. ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളെന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതമൊക്കെ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എപ്പോഴും ഉള്ളത്. നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ സമയങ്ങളൊക്കെ ആ ഒരു വ്യക്തി സ്വപ്നം കാണുന്നൊക്കെയുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ അയാൾക്ക്. അപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ പോലും ഇല്ല അങ്ങനത്തെ ഒരു ചിന്ത. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും. അയാൾ വേണമെങ്കിൽ ഇമോഷണലി ഒരുപാട് തകർന്നു പോകും. പിന്നെ എന്താ പറയുക, അയാൾക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അയാളിപ്പോൾ കാണിക്കുന്നതല്ല, അയാളുടെ ഉള്ളിൽ അയാളുടെ ഉള്ളിൽ ഭയങ്കര ഡെപ്തിലുള്ളൊരു ഇഷ്ടമാണ്. അപ്പോൾ അയാൾ മൊത്തത്തിൽ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും നിങ്ങൾ ആ ഒരു പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ. ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു പേഴ്സൻ്റെ കറൻറ്റ് എനർജി ലെവലാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നമ്മളുടെ റിലേഷനിൽ നിന്നും നമ്മൾ പിന്മാറുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇമോഷൻസും ഫീലിങ്സും ആ ഒരു വ്യക്തി എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവരുടെയും എനർജിയായിട്ട് റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. സോ നമ്മുടെ എനർജി മാച്ച് ആവുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. സോ നമുക്ക് റീഡിങ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നൊരു എനർജി എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ വളരെ സൈലൻ്റാണ്. അതായത് ഈ ഒരു വ്യക്തി പ്രോപ്പറായിട്ടും നിങ്ങൾക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല, അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ കെയർ ചെയ്യുന്നില്ല. ആ ഒരു പേഴ്സണ് നിങ്ങൾ കാണിക്കുന്ന അത്ര ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും തന്നെയില്ല. നിങ്ങൾക്കാണ് കൂടുതൽ ഇഷ്ടം ആ ഒരു പേഴ്സണോടുള്ളത്. ആ പേഴ്സൺ ഒരു സൈലൻറ്റ് എനർജി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെയധികം തകർന്നു പോവുകയും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് പൊട്ടിത്തെറിച്ചൊരു വാക്തർക്കത്തിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക ഒക്കെ ചെയ്യും. ബിക്കോസ് ആ ഒരു പേഴ്സൺ ഒട്ടും താങ്ങാൻ കഴിയില്ല. അയാൾ വെറുതെ ആക്ട് ചെയ്യുന്നതാണ്, ഇങ്ങനെ എനിക്ക് ഇഷ്ടമില്ല എന്നുവെച്ചാൽ അയാളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് പെരുമാറുന്നൊരു പേഴ്സൺ. അപ്പോൾ നമുക്ക് തോന്നും ആ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് കാണുമ്പോൾ ആ ഒരു പേഴ്സൺ വഴക്കുണ്ടാക്കാനും അടി ഉണ്ടാക്കാനും ഒക്കെ വരും. ബിക്കോസ് നിങ്ങൾ ആ പേഴ്സൺ ഇട്ടിട്ട് പോവുകയാണെന്നൊരു പേടിയുള്ളത് കൊണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ ഡെപ്തിൽ തന്നെ ഇഷ്ടമൊക്കെ ഉണ്ട്. ഒരുപാട് ആഴത്തിൽ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം ആഗ്രഹിക്കുന്നു. അത് ഒരു ബൗണ്ടറീസും കാര്യങ്ങളും ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒരു മികച്ച ഒരു വ്യക്തിയാക്കി എന്നൊക്കെ ആ ഒരു പേഴ്സണ് വളരെയധികം ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അയാളുടെ വളർച്ചയ്ക്ക് കാരണം നിങ്ങൾ അയാളുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ എല്ലാ ഹാപ്പിനെസ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയും ആ ഒരു വ്യക്തി അതേപോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാ ഗ്രോത്തിനും എല്ലാത്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്തും കൂടെ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു പേഴ്സണ് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മേ ബി ഒരു ചൈൽഡിഷ് സ്വഭാവമുള്ള ഒരാളായിരിക്കും. അതല്ലെങ്കിൽ ചുമ്മാ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷനൊക്കെ അടിക്കുന്ന, അല്ലെങ്കിൽ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കൂട്ടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇത് വളരെ ബോൾഡായിട്ടുള്ളൊരു മനുഷ്യനാണ്. എല്ലാം വളരെ
ജെന്യുവനായിട്ടും സീരിയസുമായിട്ടൊക്കെ ലൈഫിനെ കാണുന്നൊരു പേഴ്സണെ കൊണ്ട് ആണ് ആ ഒരു വ്യക്തി, ആ ഒരു ക്യാരക്ടർ, അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നമ്മളെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഉള്ളിൽ വളരെയധികം ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട്. ആ ഒരു പേഴ്സണിൻ്റെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി വളരെ ഉറച്ച സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു തീരുമാനം ആ വ്യക്തി എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അയാളുടെ ലൈഫിൽ നിങ്ങൾ കൂടെ വേണം, ഒരുമിച്ചുള്ളൊരു ജീവിതവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അയാൾ വേറുള്ള കാര്യങ്ങളൊന്നും, അയാൾക്ക് വലിയ കുലുക്കവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല അയാൾ. അതായത് ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ ചില ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്, ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊന്നും അറിയത്തില്ല. അത് ചിലപ്പോൾ അവർ വളർന്നു വന്ന ആ ഒരു സാഹചര്യവും ചുറ്റുപാടും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് പോലെ ഭയങ്കര ഓവറായിട്ടൊന്നും അവർ ആക്ട് ചെയ്യത്തൊന്നുമില്ല. ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് പെരുമാറുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൂടിയാണ് ഈ ഒരു പേഴ്സണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഈ ഒരു എനർജി നിങ്ങളുടെ ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഇത് ആ ഒരു വ്യക്തി സീരിയസ് ആയിട്ടാണോ അതോ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇതിൽ വളരെ സത്യസന്ധമായിട്ടുള്ളൊരു റിലേഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മൈൻഡിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു തുറന്ന് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്കുള്ള വിഷമങ്ങളും നമ്മൾ പറഞ്ഞാൽ മാത്രമേ മറ്റ് ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പറയാം, എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ഫീലിങ്സ് ആ ഒരു വ്യക്തിയോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സണ് മനസ്സിലാകാനുള്ള, അതായത് നമുക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളൊന്ന് പറയുക. നമ്മുടെ ഇമോഷൻസ് നമ്മൾ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ആവശ്യമാണ് ഈ ഒരു കാര്യത്തിൽ. അതല്ലാതെ വെറുതെ മൈൻഡിലിട്ട് വിഷമിപ്പിക്കേണ്ടെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ബിക്കോസ് ആ ഒരു പേഴ്സണ് ഇഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ്. അപ്പോൾ നിങ്ങളും അതോർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. എല്ലാ ആൾക്കാർക്കും ഓരോരുത്തർക്കും പല പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ചില ആൾക്കാർ ഇഷ്ടം കാണിക്കും, ചിലർ കാണിക്കില്ല, ഉള്ളിൽ വെച്ച് പെരുമാറും. ചിലർ ഉള്ളിൽ വേറെ നെഗറ്റീവ് തോട്ട്സ് വെച്ചിട്ട് പുറത്ത് പോസിറ്റീവായിട്ട് കാണിക്കുന്ന പല ടൈപ്പ് സ്വഭാവമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷേ എക്സ്പ്രസ് ചെയ്യുന്നൊരു വേറൊരു രീതിയിലാണെന്ന് മാത്രമാണ്. അത് ആ ഒരു പേഴ്സൻ്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനത്തെ ആയതുകൊണ്ടാണ്. വളരെ സ്ട്രോങ് ആയിട്ടും എല്ലാം ലൈഫിൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അതായത് നമ്മളുടെ ഇവിടെ അങ്ങനത്തെ രീതിയിലുള്ള ഇഷ്ടങ്ങളൊന്നും പുറത്ത് എക്സ്പ്രസ് ചെയ്യാത്തത്. അപ്പോൾ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ റിലേഷനെ ചുമ്മാ സംശയിക്കാതെയും അയാൾ നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവാതെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ആ ഒരാൾ ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു പബ്ലിക് പ്ലേസിന് മുമ്പിൽ നമ്മളോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരു ഇതൊന്നും അതിനൊന്നും ഒരു വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ടും വളരെ നീറ്റായിട്ടും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊക്കെ കൂടെ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഇഷ്ടമാണോ അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യുന്നില്ല എന്നൊരു ടെൻഷനൊന്നും യാതൊരു ആവശ്യമില്ല. നിങ്ങളിലേക്ക് അയാൾ തന്നിരിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും തന്നെ നിങ്ങൾ അളന്ന് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു റിലേഷനിൽ അയാൾ എത്രത്തോളം ഡെപ്തിലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ തന്നെയാണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ചുമ്മാ ഒരു ഷോ ഓഫിന് വേണ്ടി കാണിച്ചു കിട്ടുന്ന ഒരു ഇഷ്ടമൊന്നുമല്ല, സിൻസിയറായിട്ട് തന്നെയാണ് എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ കാണുന്നത്, എങ്ങനെയാണ് ഓരോരുത്തർ ഫേസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അയാൾ അതിൻ്റെ അനുസരിച്ചാണ് അയാളുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസും ആ ഒരു കാര്യങ്ങളും അനുസരിച്ചാണ് അയാൾ ഓരോരുത്തരോടും സംസാരിക്കുകയും ഓരോരുത്തരോടും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ്. ഒതുങ്ങിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതൊന്നും വലുതായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ കണ്ടിരിക്കുന്നതും വളർന്നിരിക്കുന്നതൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കൾച്ചറിൽ നിന്നൊക്കെ വന്നതും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ അയാൾ അതുപോലെ അപ്പോൾ അയാൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്.
അതായത് ഈ ഒരു ഇങ്ങനെ വലിയ എക്സ്പ്രസ് ചെയ്തും അങ്ങനെയൊന്നും ചെയ്യണ്ട അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഐഡിയക്ക് അനുസരിച്ചാണ് ഈ ഒരു പേഴ്സൺ നടക്കുന്നത്. ഓരോ നിങ്ങളോടും അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് വെച്ചാൽ പബ്ലിക്കിന് മുമ്പിൽ അല്ലെങ്കിൽ വേറെ ആൾക്കാരെയും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല വെച്ചാൽ അതേ ഒരു ടൈപ്പ് ക്യാരക്ടർ ആയതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ അങ്ങനെയൊക്കെ തന്നെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും മാച്ചായിട്ടും വളരെ നല്ല രീതിയിലൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അയാളുടെ ഉള്ളിൽ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അയാൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് കാണിക്കുന്നതിലും കുറച്ച് ഒരു പ്രോബ്ലമൊക്കെ ഉണ്ടാകുമെന്ന് ഓൾറെഡി ചെറിയ പ്രോബ്ലംസൊക്കെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട്. അത് മേ ബി ഫാമിലി വൈസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ജോബ് വൈസ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പം അതുമൊക്കെ ഉണ്ട് ആ ഒരു പേഴ്സണെ ചെറുതായിട്ട് അലട്ടുന്നുണ്ട്. അതല്ലാതെ വേറെ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിനെ തകർക്കുന്ന രീതിയിൽ അങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം ബാലൻസ് ചെയ്ത് തന്നെയാണ് ആ ഒരു പേഴ്സൺ പോകുന്നത്. അയാളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പെർഫെക്റ്റാണ്, അയാൾ ഓക്കെയാണ്, അയാൾക്ക് പറ്റുന്ന ടൈമിൽ അയാൾ നിങ്ങളെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ അതാണ് അയാൾ നോക്കുന്നത്. അപ്പോൾ അയാൾ മാക്സിമം നിങ്ങളെ കണക്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും സംസാരിക്കലോ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അയാൾ ഒരുപാട് ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതായത് നിങ്ങളോടുള്ള കണക്ഷൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അയാൾ വിളിക്കാതിരിക്കുന്നതൊക്കെ ചിലപ്പോൾ അയാളുടെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് അയാൾ ഒരുപാട് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ മനഃപൂർവ്വം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാനോ അല്ലാതെ നിങ്ങൾ നമ്മളൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നുമല്ല. അയാൾക്ക് ഒരുപാട് എന്താ പറയുക, അയാൾ ചില സാഹചര്യങ്ങളിൽ അയാൾക്ക് വിളിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ഒരു പാസ്റ്റ് ഇഷ്യൂസോ അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അതാണ് അയാളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതിലൊക്കെ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കും അറിയാം നിങ്ങൾ തമ്മിൽ ചെറിയ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന അതൊക്കെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അയാളുടെ ചില സാഹചര്യം കൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ അയാളെക്കൊണ്ട് ചെയ്യുന്നതിന് മാക്സിമം അയാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് സംസാരിച്ച് ആ ഒരു ഇത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങളെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം കൊടുക്കുന്നതാണ് അയാളുടെ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷനിൽ ഒരുപാട് അയാൾ ആഗ്രഹിക്കുന്നു, ഭയങ്കര എന്താ പറയുക, നിങ്ങളായിട്ടുള്ള നെക്സ്റ്റ് ലെവൽ അതായത് മാരേജ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ പേഴ്സൻ്റെ ഉള്ളിലും ഉണ്ട്. നിങ്ങൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളെ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ അയാൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് നല്ല ഡെപ്തിൽ തന്നെ ഒരു കണക്ഷൻ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു സോൾമേറ്റ് അതേപോലത്തെ ഒരു റിലേഷൻ ഭയങ്കര പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക്. അപ്പോൾ ആ ഒരു വ്യക്തി എന്തായാലും നിങ്ങളിൽ ഇട്ടിട്ട് പോകുമോ, അതല്ലാതെ നിങ്ങളോട് സ്നേഹക്കുറവോ ഒന്നുമല്ല. ആ ഒരു പേഴ്സണ് ഉള്ളിൽ നല്ലതുപോലെ നിങ്ങളോട് ഇഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഒരു അകൽച്ച കാണിക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ അത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ബിക്കോസ് അയാൾ ഒരു ഫേസാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ ബാക്കിൽ വേറൊരു ഫേസിൽ വേറൊരു ഇതിൽ അയാൾ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് ഉള്ളിൽ. അപ്പോൾ അയാൾ ചുമ്മാ ആൾക്കാരെ കാണിക്കാനും അതല്ല ചില ആൾക്കാരുണ്ടല്ലോ ഫുള്ളൊന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല. അപ്പോൾ അതേപോലെ ഒരു ജാടയിട്ട് നിൽക്കുന്നതാണ്. അതല്ലാതെ അയാൾക്ക് ഇഷ്ടക്കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് പോവുക, അകന്ന് മാറുകയോ ചെയ്യുമ്പോൾ അയാൾ ഒരുപാട് ഇറിറ്റേറ്റഡ് ആവും. ഒരുപാട് നിങ്ങളായിട്ട് വേണമെങ്കിൽ വിളിച്ച് വഴക്കുണ്ടാകാം. അതായത് നിങ്ങളെ ചീത്ത വിളിക്കുക അങ്ങനെയൊന്നുമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയത്. എന്താണ് നീ സംസാരിക്കാത്തത് അങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങളുമായിട്ട് വിളിച്ചൊരു വഴക്കൊക്കെ ഉണ്ടാക്കാം. ഭയങ്കരമായിട്ടും ഒക്കെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ കുറക്കുകയാണെങ്കിൽ അയാൾ ഭയങ്കരമായിട്ടും ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ നമ്മളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരികയും ചെയ്യും. ആ ഒരു വ്യക്തിക്ക് വളരെ ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യും. അതായത് നിങ്ങളുടെ എനർജി ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി അയാൾക്ക് കിട്ടാതെ വരുമ്പോൾ അയാൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെ അയാൾ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ അയാളുടെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം സ്നേഹവും അറ്റാച്ച്മെൻറ്റും നിങ്ങളിൽ ആണ് അയാളുടെ ലൈഫ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ജീവിതമൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ നിങ്ങളുടെ പുറകെ വരികയും ചെയ്യും, നിങ്ങളുമായിട്ടൊക്കെ അതിനു വേണ്ടി വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.